ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ എന്താ വേണ്ടേ? ഒരു ജാങ്കോടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ജാങ്കോടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമുക്ക് ആവശ്യമുള്ള ഫോൾഡർ തപ്പി കണ്ടുപിടിക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഒരു ഫോൾഡർ DJango 9pm ബാച്ചിനകത്താണ് ഞാൻ എൻ്റെ ജാങ്കോടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ആ കമാൻഡ് പ്രോംപ്റ്റിനകത്ത് എനിക്ക് എന്ത് കിട്ടണം? ജാങ്കോടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ജാങ്കോടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധാരണ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ജാങ്കോടെ ഫോൾഡർ ആക്ച്വലി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യണം ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സിൻടാക്സ് ആണ് django -admin സ്റ്റാർട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് പ്രൊജക്റ്റ് സ്പേസ് പ്രൊജക്റ്റിന് ഒരു പേര്. ഇപ്പോൾ തൽക്കാലം ഞാൻ പേര് കൊടുക്കുന്നത് കാൽക്ക് എന്നാണ്. ബിക്കോസ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ DJango -admin ഇടയിലും സ്റ്റാർട്ട് പ്രൊജക്റ്റിനിടയിലും എന്ത് പാടില്ല? സ്പേസിങ് പാടില്ല. DJango -admin ഒരു വേർഡാണ്, സ്റ്റാർട്ട് പ്രൊജക്റ്റ് മറ്റൊരു വേർഡാണ്. ഇനി ഇത് പ്രസ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഫോൾഡറിൽ ശ്രദ്ധിച്ചോളൂ, ഇവിടെ നോക്കി ഓട്ടോമാറ്റിക്കലി ഒരു ഫോൾഡർ വന്നു. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്? ഒരു manage.py കാണാനുണ്ട്, ഒരു കാൽക്ക് എന്ന് പറഞ്ഞിട്ട് എഗെയിൻ ഒരു ഫോൾഡറും കൂടെ കാണാനുണ്ട്. അതിനകത്ത് ഇനിറ്റ് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, URLs ഉണ്ട്, WSGI ഉണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് പറയാനായിട്ട് പോകുന്നത് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിനി ഇത്ര ചെയ്ത് ഇനി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അതിൽ മെയിൻലി നമുക്ക് 2 വിഭാഗമാണ് ഉണ്ടായിരിക്കുക. ഒന്ന് എന്തായിരിക്കും? പുറത്തുനിന്ന് വരുന്ന യൂസർ. 2 ഈ വെബ്സൈറ്റിൻ്റെ ഓണർ. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഓണറെ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജാങ്കോ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനാണല്ലോ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ കേസിൽ ഫസ്റ്റ് വൺ എന്തുണ്ടായിരിക്കും? ഒരു ആഡ്മിൻ എന്ന് നമുക്ക് വിളിക്കാം. ആഡ്മിൻ എന്ന് പറയുന്നത് ആരാണ്? ഓണർ ഉണ്ടായിരിക്കും. ഈ വെബ്സൈറ്റിലെ മാറ്റങ്ങളും തിരുത്തലുകളും ആരൊക്കെ ലോഗിൻ ചെയ്യണം, പബ്ലിക് ആക്കണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരു ഓണർ ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് ഈ വെബ്സൈറ്റിന് വേണ്ടത് യൂസേഴ്സ് ആണ്. അതായത് പുറത്തുനിന്ന് ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യത്തിനുള്ള ഫോൾഡർ ഓട്ടോമാറ്റിക്കലി ജാങ്കോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് ജാങ്കോയുടെ ഒരു പ്രത്യേകതയാണ്. ആഡ്മിൻ പാനൽ ഓട്ടോമാറ്റിക്കലി ജാങ്കോ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേണ്ടത് എന്തുട്ടാന്ന് വെച്ചാൽ യൂസേഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണ്ടത് ഉണ്ടാക്കിയും, പിന്നെ ഈ ആഡ്മിൻ്റെ പാനൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ പാനലിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുമാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ യൂസർ ഇവിടെ എന്തൊക്കെ ചെയ്യണം? 1, 2 ഇൻപുട്ട് കൊടുക്കണം. പിന്നെ എനിക്ക് എന്താ വേണ്ടേ? അതിൻ്റെ ഔട്ട്പുട്ട് വരണം. ഞാനിവിടെ 2 ഇൻപുട്ട് കൊടുത്തിട്ട് 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാനുള്ള പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇൻപുട്ട് കൊടുക്കുക വെച്ചാൽ അതൊരു HTML പേജ് ആയിരിക്കും. ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത് മറ്റൊരു പേജ് ആയിരിക്കും. അപ്പോൾ യൂസേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഇൻപുട്ട് കൊടുക്കുക ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അഡീഷൻ എന്ന് പറയുന്ന ഒരൊറ്റ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ അഡീഷൻ മാത്രം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വേറെ ആയിട്ട് ചെയ്യണം. പിന്നെ എനിക്ക് റിവ്യൂസ് വേറെ സെക്ഷൻ ആക്കിയിട്ട് ചെയ്യണം. ഇങ്ങനെ ഓരോരോ സെക്ഷൻ ബൈ സെക്ഷൻ ആക്കിയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നതെയാണ് നമ്മൾ ആപ്പ് എന്ന് പറയാം. അതായത് നമ്മൾ ജാങ്കോ നമ്മൾ സെപ്പറേറ്റ് ആപ്പുകളായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ എന്തായാലും നമുക്ക് വഴിയെ മനസ്സിലാക്കും. ഒരു 2 ആപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്തിനാന്ന് മനസ്സിലാവും. ഇപ്പം എന്തായാലും ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇവിടെ ഒരു അഡീഷന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന തെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഫോൾഡറിലാണ് ഓപ്പൺ വിത്ത് കോഡ് അടിക്കുക. എന്നിട്ട് പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഔട്ട്പുട്ട് വരാറില്ല. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? അതായത് ഈ manage.py എന്ന് പറയുന്ന ഫോൾഡർ എവിടെയാണോ കിടക്കുന്നത്, ഇപ്പോൾ കാൽക്ക് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്താലാണ് manage.py എന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ കാൽക്ക് എന്ന് പറയുന്ന ഫോൾഡറാണ് ഓപ്പൺ വിത്ത് കോഡ് അടിക്കേണ്ടത്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് manage.pyയും അതിനുള്ളിലുള്ള ബാക്കി ഫയൽസുകളെല്ലാം കിട്ടത്തുള്ളൂ. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ആയിട്ട് ഓപ്പൺ വിത്ത് കോഡ് അടിച്ചപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു കോഡ് വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാൽക്ക് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തപ്പോൾ ഇനിറ്റ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, URLs ഉണ്ട്, WSGI ഉണ്ട്. സെറ്റിങ്സ് എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഓവറോൾ ചേഞ്ചസ് വരുത്താനായിട്ട് നമ്മൾ സെറ്റിങ്സ് യൂസ് ചെയ്യും. ഇതാണ് സെക്യൂരിറ്റി കീ. സെക്യൂരിറ്റി കീ ആണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഹാക്കേഴ്സിൽ നിന്നും മറ്റൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന
പറയുന്ന സെക്യൂരിറ്റി കീ ആണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ള ഇൻസ്റ്റാൾഡ് ആപ്സ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം ആപ്പ് ബൈ ആപ്പ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും അതായത് അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പുകൾ ഈ ഇൻസ്റ്റാൾഡ് ആപ്സിൽ ആഡ് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് വഴിയെ കാണാം. പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ള സംഭവമാണ് ഡയറക്ടറീസ് ഈക്വൽ ടു പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ടാഗ് കണ്ട. ഇതിനകത്താണ് നമ്മുടെ ഡയറക്ടറീസ്, അതായത് നമ്മുടെ ടെംപ്ലേറ്റ്സ്, നമ്മൾ HTML ഡിസൈൻ ചെയ്ത് ഫോൾഡറിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു ഡാറ്റാബേസ് കണക്ടിവിറ്റി വേണം. അത് ഡിഫോൾട്ടായിട്ട് DB-SQL ലൈബ്രറി ആണ്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് SQL, MySQL മറ്റൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡാറ്റാബേസിന്റെ നെയിമും മറ്റൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് കാണാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻ ആണ്. അതുപോലെ തന്നെ ടൈം സോൺ എനിക്ക് മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് നമ്മളെക്കാൾ ഒരു 5-5.5 മണിക്കൂർ കൂടുതലായിട്ടാണ് എടുക്കുന്നുണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ അത് ഇന്ത്യൻ ടൈമാക്കി മാറ്റാൻ പറ്റും. അതെല്ലാം നമുക്ക് വഴിയെ നോക്കാം. പിന്നെ ഒരു സ്റ്റാറ്റിക് ഫോൾഡർ ഉണ്ട്, അതും ആ പോർഷനിൽ നമുക്ക് നോക്കാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് URLs. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആഡ്മിൻ പാനലാണ് നമുക്കിപ്പോൾ ജാങ്കോ തന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് യൂസറിൻ്റെ അവർക്ക് പോകണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ആഡ്മിൻ പാനലിൽ യൂസറിൻ്റെ പേജിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ടുള്ള സ്പേസ് ആണ് ഈ URLs എന്ന് പറയുന്നത്. PSTI നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ല. അത് ഹോസ്റ്റിങ്ങിൻ്റെ മറ്റൊക്കെ ഇപ്പം എന്തായാലും നമുക്കത് ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് വേണം, ഇനി ആപ്പ് ക്രിയേറ്റ് ചെയ്യണം വേണ്ടേ? 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെയുള്ള ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്യണം. നോക്കി എനിക്കിവിടെ ഒരുപാട് വിൻഡോസ് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഈ ടെർമിനലിനകത്താണ് എനിക്ക് ആവശ്യമുള്ള കോഡൊക്കെ എഴുതുക. ഫസ്റ്റ് ഞാൻ പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുന്നത്. അപ്പം എന്ത് സംഭവിക്കുന്നത് നോക്കാം. അപ്പം എനിക്കിവിടെ ഒരു ലിങ്കാണ് കിട്ടുന്നത്. ഞാൻ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണേ. കൺട്രോൾ അടിച്ചിട്ട് ചുമ്മാ ഒന്ന് മൗസായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ആ ലിങ്ക് ഓപ്പൺ ആവും. അപ്പോൾ എനിക്കിവിടെ എന്തൊക്കെ കാണുന്നുണ്ട്, എൻ്റെ ജാങ്കോയുടെ വേർഷൻ 2.2 ആണെന്നും പിന്നെ എൻ്റെ ജാങ്കോയുടെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയി ഒരു കൺഗ്രാജുലേഷൻസിൻ്റെ മെസ്സേജും മറ്റും വന്നിട്ടുണ്ട്. ഇനി എനിക്ക് എന്താണ് വേണ്ടത്, ഒരു ആപ്പ് വേണം. ആ ആപ്പിനകത്താണ്, അല്ലെങ്കിൽ യൂസറിനോ മറ്റോ വേണ്ടിയിട്ട് എനിക്കൊരു ആപ്പ് വേണം. ആ ആപ്പിനകത്താണ് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സിൻടാക്സ് ആണ് പൈത്തൺ സ്പേസ് manage.py സ്പേസ് സ്റ്റാർട്ട് ആപ്പ് സ്പേസ്. ഇനി കൊടുക്കേണ്ടത് ആപ്പിൻ്റെ പേരാണ്. ഞാനിവിടെ ആപ്പിൻ്റെ പേരായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ത് പേരായിട്ട് കൊടുക്കുക, അഡീഷണൽ, അതുകൊണ്ട് ആഡിങ് എന്നുള്ളൊരു പേരാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതവിടെ ഓട്ടോമാറ്റിക്കലി ആഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ വന്നല്ലോ. അപ്പോൾ ഇങ്ങനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ ഏറ്റവും ആദ്യം സെറ്റിങ്സിൽ അത് കൊണ്ടുപോയി അറിയിക്കണം. സെറ്റിങ്സിൽ എവിടെയാണ് അറിയിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെക്ഷൻ ഉണ്ട്. അവിടെയാണ് ഫസ്റ്റ്ലി നമ്മളിത് അറിയിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യണം. എങ്ങനെയാണ് ഒരു ആപ്പിനെ ആഡ് ചെയ്യാന്നാണ് പറയുന്നത്. ആദ്യം ആപ്പിൻ്റെ പേര് ആഡിങ് എന്നാണ് പേര്, ആഡിങ് ഡോട്ട് ആപ്സ് ഡോട്ട്. ഇനി വേണ്ടത് ഈ ആഡിങ്ങിൽ ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു പൈത്തൺ ഫയൽ കാണാം. അതിൻ്റെ അവിടെ ഈ ക്ലാസ്സിൻ്റെ നെയിം കണ്ടോ, ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ആപ്പിൻ്റെ പേര് ഡോട്ട് ആപ്സ് ഡോട്ട് ആ ആപ്സിൻ്റെ പൈത്തൺ ഫയലിൽ പോയിട്ട് ആ പ്രോഗ്രാം അവിടെ ക്ലാസ് നെയിം എന്താണെന്ന് വെച്ചാൽ അത് ഇതെല്ലാം കൂടെ സേവ് ചെയ്യാം. ഇപ്പം എന്തായി, ഇൻസ്റ്റാൾഡ് ആപ്സിലേക്ക് നമ്മളെ ആഡിങ് എന്ന് പറയുന്ന ആപ്പ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഈ കാര്യം ശരിയായി അൽഹംദുലില്ലാഹ്. ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് എന്താ, ഇവിടെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ URLസിൽ നിന്നുമാണ്, അതായത് ഇതാണ് നമ്മുടെ മെയിൻ URLs. ഇപ്പോൾ ഞാൻ ചുമ്മാ ഇവിടെ റൺ ചെയ്യാൻ പോവുകയാണ്. പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ എന്ന് ടൈപ്പ് ചെയ്തു. എനിക്കിതവിടെ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ റൺ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ തന്നെയാണ് കിട്ടുന്നത്, നമ്മൾ സാധാ പേജിലേക്ക് തന്നെ. അപ്പോൾ എനിക്ക് എന്ത് വേണം, ഇതിൻ്റെ URL പോയിട്ട് എൻ്റെ ആപ്പിൻ്റെ URLനെ കോൾ ചെയ്യണം. അപ്പോൾ ആപ്പിൻ്റെ URLനെ വിളിക്കാനായിട്ടാണ് include എന്ന് പറയുന്ന ഒരു കീവേഡ് ഇവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് പാത്ത് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് വണ്ണ് ഞാൻ ബ്ലാങ്ക് ആക്കി ഇടുന്നുണ്ട്. ആ ബ്ലാങ്ക് ആക്കി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ 127.1 എന്ന് അടിക്കുമ്പോൾ നോക്കി ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ബാർ റിവേഴ്സ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം. അതിനെയാണ് നമ്മൾ ഇവിടെ പേര് കൊടുക്കുക. പക്ഷേ ഇപ്പോൾ കറന്റ് ഇത് ഹോം പേജ് ആയതുകൊണ്ട് നമ്മുടെ ഡൊമൈൻ നെയിം തന്നെയായിരിക്കും നമ്മുടെ ഹോം പേജ് ആയിട്ട് വരിക. അതുകൊണ്ടാണ് നെയിം കൊടുക്കാത്തത്. അത്
എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് ഇപ്പോൾ ഫസ്റ്റ് പേജ് ആയതുകൊണ്ടാണ്. സെക്കൻഡ് പേജ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ട്ടോ അവിടെ എന്താ ചെയ്യാന്നുള്ളത്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. ഇൻക്ലൂഡ് എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ആഡിങ്ങിൻ്റെ URLs-നെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഞാൻ ചെയ്തേ? ഞാനിവിടെ പാത്തിലേക്ക് ഫസ്റ്റ് വൺ എംപ്റ്റി ആക്കി കൊടുത്തു, ഒരു ബോക്സ് ജസ്റ്റ്. പിന്നെ എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ചെയ്തു. എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്തത്? ആഡിങ് എന്ന് പറയുന്ന ആപ്പിലെ URLs-നെ. ഓക്കെ, ആഡിങ് എന്ന് പറയുന്ന ആപ്പിലെ URLs-നെ ആഡ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ എന്താ എറർ വന്നതെന്ന് നോക്കിയേ. അങ്ങനെ ഒരു URLs-നെ ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എറർ വന്നിരിക്കുന്നത്. ആഡിങ്ങിൽ ആക്ച്വലി അങ്ങനെ ഒരു URLs ഇല്ല. അപ്പം നോക്കി, ആഡിങ്ങിൽ അങ്ങനെ ഒരു urls.py എന്ന് പറഞ്ഞിട്ടുള്ള ഫയലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത്തരത്തിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. urls.py എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, പാത്തിനെ ഇമ്പോർട്ട് ചെയ്യൽ നിർബന്ധമാണ്. പിന്നൊന്ന് എനിക്ക് വേണ്ടത് ഫ്രം ഡോട്ട് സ്പേസ് ഇമ്പോർട്ട് സ്പേസ് വ്യൂസിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എന്ത് വേണ്ടത്? നിർബന്ധമായിട്ട് ഇതിന് കാണുന്നത്. ഇനി ഒരു സെക്കൻഡ്, ഫ്രം ഡോട്ട് ഇമ്പോർട്ട് വ്യൂസിന് ഇത്രയും കാര്യങ്ങൾ സേവ് ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ആപ്പിനകത്തുള്ള വ്യൂസിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ വ്യൂസ് ഓപ്പൺ ചെയ്തു. വ്യൂസിലൊന്നുമില്ല. അപ്പം എന്താണ് ഈ വ്യൂസ്? ഇതിനകത്ത് കുറേ ഫോൾഡേഴ്സ് കാണുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനിറ്റ് എന്ന് പറയുന്നത് ഇതൊരു പാക്കേജ് ആണെന്ന് അറിയിക്കാനാണ്. ആഡ്മിൻ എന്ന് പറയുന്നത് നമ്മൾ SQL ചെയ്യുന്നതൊക്കെ നമ്മൾ ആഡ്മിൻ പാനലിലേക്ക് വരണം വെച്ചെങ്കിൽ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അത് നമുക്ക് വഴിയെ കാണാം, ഇപ്പം മനസ്സിലാവില്ല. ആപ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആപ്പിൻ്റെ നെയിം കിട്ടും, അത് നമുക്ക് സെറ്റിങ്സിലേക്ക് ആഡ് ചെയ്യണം. മോഡൽസ്, ഈ models.py അകത്താണ് നമ്മൾ SQL എന്ത് ചെയ്യണമെങ്കിലും, അതായത് ബാക്ക് എൻഡിൽ നമ്മുടെ ഡാറ്റാസ് ഒക്കെ സേവ് ആവണമെങ്കിൽ നമ്മൾ ഇവിടെയാണ് അത് ചെയ്യുക. പിന്നെ ടെസ്റ്റ് നമുക്കിപ്പോൾ എന്തായാലും തൽക്കാലം ആവശ്യമില്ല. URLs ഞാൻ പറഞ്ഞല്ലോ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ URLs-ഉം ഇതിൻ്റെ URLs-ഉം കൂടെ മാപ്പ് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതായത് യൂസറും ആഡ്മിനും തമ്മിൽ ലിങ്ക് ചെയ്യണം. ഇനി വ്യൂസിനകത്താണ് എന്ത് ചെയ്യുക? നമ്മൾ HTML ഫയൽസിനൊക്കെ നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഒരു HTML ഫയലിനെ കോൾ ചെയ്യുക? ഞാൻ പറഞ്ഞു നമുക്കിവിടെ രണ്ട് പർപ്പസാണ് ഉള്ളത്. ഒന്ന് എന്താണ്? ഒരു HTML, അതായത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു HTML വേണം. ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഔട്ട്പുട്ട് വരാനുള്ള ഒരു HTML വേണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തിനായിട്ടുള്ള ഫോൾഡറാണ്? ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ആ ഫോൾഡറിനകത്താണ് ഞാൻ ഈ രണ്ട് HTML ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പൈത്തൻ്റെ കീവേഡാണ് mkdir സ്പേസ് ടെംപ്ലേറ്റ്സ്. ഇപ്പോൾ ദാ എനിക്കിവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഞാൻ number.html എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ add.html എന്ന് പറഞ്ഞിട്ട് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനകത്തൊരു ഫോം ക്രിയേറ്റ് ചെയ്യണം. ഫോം വഴിയാണ് ഞാൻ രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഫോമിന് മാത്രമാണ് തൽക്കാലം ഞാൻ കൊടുക്കണുള്ളൂ. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമ്പർ. സാധാരണ നമ്മൾ HTML ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഞാൻ ഒരു HTML ഫയൽ കൊടുക്കുകയാണ്. നെയിം ഈക്വൽ ടു N1. അതുപോലെ തന്നെ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ് എന്നായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു BR ടാഗ് കൊടുക്കുകയാണ് വൃത്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ അടുപ്പിച്ച് എഴുതി വരും. പിന്നെ എനിക്ക് വേണ്ടത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമ്പർ തന്നെ, അതുപോലെ തന്നെ നെയിം ഈക്വൽ ടു N2, പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ. ഇത്രയും കാര്യങ്ങൾ ഞാൻ സെറ്റാക്കി. ഇനി നെക്സ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ടത് ഒരു ബട്ടണോ സബ്മിറ്റോ എന്തെങ്കിലും ഒന്ന് വേണം. ബട്ടണിൽ ഞാൻ കൊടുക്കുന്നത് ആഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ട് ഇപ്പം എന്ത് ചെയ്തു? ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് വേണം? ഈ HTML ഫയലിനെ വ്യൂസിലേക്ക് വിളിക്കണം. HTML ഫയലിനെ വ്യൂസിലേക്ക് വിളിക്കാനായിട്ട് നമ്മളിവിടെ ഫംഗ്ഷനാണ് വിളിക്കുക.
ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ HTML ഫയൽസിനും വിളിക്കുക. പൈത്തൺ ഡീപ്പായിട്ട് പഠിച്ചവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ എന്താണ്. അപ്പോൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ട് ഡെഫ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുക. ഡെഫ് സ്പേസ് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ഞാൻ എന്തായാലും അഡീഷൻ എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുക്കുന്നത്. ഡെഫ് അഡീഷൻ, അല്ലെങ്കിൽ അഡീഷനും ആഡും എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ സം എന്നുള്ള പേര് കൊടുക്കുക. ഡെഫ് സം ഓഫ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പാരാമീറ്റർ അതിനകത്ത് നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോമ നമ്മൾ HTML പേര് എന്താണ്, add.html എന്നാണ് പേര്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഇവിടെ ഫംഗ്ഷൻ ക്ലിയർ ആയി. ഫംഗ്ഷൻ നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെ നമ്മൾ URLസിലേക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതാ URL patterns equal to എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഞാൻ കോൾ ചെയ്യേണ്ടത്. URL patterns equal to ലിസ്റ്റ് ടാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാർട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോം പേജ് ആയതുകൊണ്ട് ഞാൻ നെയിമൊന്നും കൊടുക്കുന്നില്ല. പിന്നെ വേണ്ടത് വ്യൂസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് പേരാ കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കണം. വ്യൂസ് ഡോട്ട് സം കോമ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു നെയിം കൊടുക്കണം. ഞാനിത് എന്തായാലും ഹോം പേജ് ആയതുകൊണ്ട് ഹോമിനൊരു പേര് ചുമ്മാ കൊടുക്കാൻ വേണ്ട. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാനായിട്ട് പോവുക കേട്ടോ. എന്ത് സംഭവിക്കാൻ നമുക്ക് നോക്കാവേ. നോക്കിയേ, എനിക്കിവിടെ എന്താ കാണുന്നത്, ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണുന്നത്? ബിക്കോസ് ഇവിടെ സെറ്റിങ്സിൽ ഒരു സ്പേസ് ഉണ്ട്. കണ്ട, ഡയറക്ടറീസ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഡയറക്ടറീസിന്റെ സെക്ഷനിൽ എവിടെയാണ് ഡയറക്ടറി വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് OS ഡോട്ട് പാത്ത് ഡോട്ട് ജോയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് base_directory, ബേസ് ഡയറക്ടറി ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കോമ ഫോൾഡറിന്റെ പേര് എന്താണ്, ഫോൾഡറിന്റെ പേര് ടെംപ്ലേറ്റ്സ് എന്നാണ് ഫോൾഡറിന്റെ പേര്. ഇത്ര മാത്രം ചെയ്താൽ മതി. പ്രോഗ്രാം ഇത് റീറൺ ആയിട്ടുണ്ട്. ഇവിടെ ഞാനൊന്ന് റീഫ്രഷ് അടിക്കുക. അപ്പം എനിക്ക് വന്നില്ലേ, ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എനിക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തു ആഡ് അടിച്ചു നോക്കി, എനിക്കിവിടെ ഒന്നും സംഭവിക്കുന്നില്ല അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട്. അപ്പോൾ എനിക്കിവിടെ ആഡ് അടിക്കുമ്പോൾ അപ്പുറത്തെ പേജിലേക്ക് പോകണം, എന്നിട്ട് അവിടെ റിസൾട്ട് വരണം. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, പുതിയൊരു HTML ഫയൽ ഉണ്ടാക്കണം. എന്തിനാണത്, റിസൾട്ട്. അപ്പോൾ ഞാൻ ഔട്ട് RSLT.html എന്ന് പറഞ്ഞിട്ടൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ add.html ഞാനൊരു ഹെഡിങ് ഒക്കെ കൊടുക്കാൻ പോവാണേ, ഒന്ന് ഭംഗിയാക്കാൻ പോവാണേ. H1 സാമ്പിൾ അഡീഷൻ പ്രോഗ്രാം. ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഡെക്കറേഷൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി കൊടുക്കാം. ഞാൻ എന്തായാലും അത്രക്കൊന്നും മെനക്കെടുന്നില്ല. ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോഗ്രാം കാണിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സേവ് ചെയ്തു. സാമ്പിൾ അഡീഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭംഗിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാനായിട്ട് പോവാണ്, result.html ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ബോഡി ടാഗ് H1 ഞാൻ എന്താ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പേജ്. എന്നിട്ട് എനിക്കിവിടെ എന്ത് വരണം, H2 ആയിട്ട് കുറച്ച് ഹെഡിങ്ങിൽ തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് പ്രിന്റ് ആവണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട്. ഇനി റിസൾട്ട് എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ HTML പേജ് അവിടെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻ ക്ലിയർ ആണല്ലോ. അപ്പം ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ result.html ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, വ്യൂസിൽ പോയിട്ട് ആ ഒരു ഫംഗ്ഷനും എടുത്തിട്ട് ആ HTML കൂടെ വിളിക്കാനാണ്. ഡെഫ് RES റിസൾട്ട് ആയതുകൊണ്ട് ഞാൻ റെസ് എന്ന് പേര് കൊടുക്കുന്നു. റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാണ്ട് റിട്ടേൺ റെൻഡർ ഓഫ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ HTML അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. RSLT.html. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ വിളിച്ചിരിക്കുന്നത് മുന്നേ നമ്മൾ ഇവിടെ എങ്ങനെയാണോ വിളിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇടുന്നുണ്ട്. ഇനി എനിക്ക് എന്താ വേണ്ടേ, ഈ ഫംഗ്ഷനെ ഇവിടേക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടെ URLസിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതാ ഇവിടെ ഒരു കോമ ഇട്ടിട്ട് മാത്രമാണ് അടിക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ കോമ ഇട്ടില്ലെങ്കിൽ പ്രോഗ്രാമിൽ എറർ വരും.
പാത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ എനിക്ക് എന്ത് വേണം, ഇവിടെ എം ടി ആക്കി ഇടാം, ബിക്കോസ് ഈ 127 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് തന്നെയായിരുന്നു അതുള്ളത്. ഇവിടെ പക്ഷേ ഞാൻ എന്ത് കൊടുക്കണം, എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. ഇപ്പൊ ഞാൻ റിസൾട്ട് എന്നാണ് പേര് കൊടുക്കുന്നത്, കോമ വ്യൂസ് ഡോട്ട് RES എന്നാണ് ഫംഗ്ഷന്റെ പേര്, നെയിം ഈക്വൽ ടു റിസൾട്ട് തന്നെ. ഇത് ഞാൻ അഗെയിൻ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ വ്യൂസും ഇവിടെയും റെഡിയായി. ഇനി എനിക്കിത് എന്ത് ചെയ്യണം, HTML അപ്ലൈ ചെയ്യണം. അപ്പൊ ദാ ഞാൻ റിസൾട്ട് ഡോട്ട് HTML സോറി ആഡ് ഡോട്ട് HTML ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഫോമിനകത്ത് ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കാൻ പോവാണ് കേട്ടോ. ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് എന്നുള്ള പേര് കൊടുക്കാനായിട്ട് പോവാണ്. ഞാൻ ഒന്നുകൂടെ ഈ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ എന്ത് സംഭവിക്കുകയെന്ന് ഞാൻ റൺ ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. പ്രോഗ്രാം വന്നു, ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു, ആഡ് അടിച്ചു. ഇപ്പൊ നോക്കിയ ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് വന്നു. റിസൾട്ട് ഡോട്ട് HTML എക്സിസ്റ്റ് അല്ല, റിസൾട്ട് ഡോട്ട് HTML ഉണ്ടല്ലോ, RE ഇല്ല അല്ലെ, RSLT ഉള്ളൂ. സോ RSLT ഡോട്ട് HTML ആണ്. ഞാൻ ഒന്നുകൂടെ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ രണ്ട് നമ്പേഴ്സ് കൊടുത്തു, ആഡിൽ അടിച്ചു. ഇപ്പൊ നോക്കിയേ അപ്പുറത്തെ പേജിലേക്ക് പോയി, അതായത് നമ്മൾ അപ്പുറത്തെ ടെംപ്ലേറ്റിലേക്ക് പോയി, പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് വന്നില്ല. അപ്പുറത്തെ ടെംപ്ലേറ്റിലേക്ക് എങ്ങനെ പോയി എന്ന് കത്തിയിട്ടില്ലല്ലോ, അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ വ്യൂസിൽ ഞാൻ മറ്റേ HTML കോൾ ചെയ്തിട്ടുണ്ട്, അതിനെ URLസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ എനിവേ, അപ്പോൾ ഈ വ്യൂസിലേക്ക് ആഡ് ചെയ്തത് എങ്ങനെ, നമ്മ മുന്നേ ഈ സമ്മിൻ്റെത് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ റിസൾട്ടും URLസും ചെയ്തത്. ഇവിടെയുള്ള മെത്തേഡ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോമിൽ ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുത്തില്ലേ, ആ ആക്ഷന്റെ നെയിം എപ്പോഴും കൊടുക്കേണ്ടത് എവിടേക്കാണെന്ന് അറിയോ? അതായത് നമ്മൾ ബട്ടണിലോ അല്ലെങ്കിൽ ഇൻപുട്ട് ടൈപ്പിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇവിടെ ഇപ്പോൾ ഒരു ബട്ടൺ ഉണ്ടായിരുന്നല്ലോ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്ക് പോകണം എന്നുള്ളതാണ് എപ്പോഴും ഈ ആക്ഷൻ ഈക്വൽ ടുവിന്റെ ഇവിടെ പേര് കൊടുക്കേണ്ടത് ബേസിക്കലി. അപ്പോൾ ഈ പേര് കൊടുക്കേണ്ടത് HTML പേരാണ് കൊടുക്കേണ്ടത്. നമ്മൾ ജാങ്കോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, HTML ജാങ്കോ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, റിസൾട്ട് ഡോട്ട് HTML എന്ന് പറയുന്ന ഫയലിനെ ഈ ഡെഫ് RES എന്ന പേരുള്ള ഫംഗ്ഷനിലേക്ക് വിളിച്ചു. ആ ഫംഗ്ഷനെ ഞാൻ URLിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ, ഇനി റിസൾട്ട് ഡോട്ട് HTML അല്ലെങ്കിൽ RSLT ഡോട്ട് HTML എന്ന് പറയുന്ന ഫയലിനെ ഞാനിനി എന്ത് പറഞ്ഞിട്ടാണ് വിളിക്കുക, എല്ലായിടത്തും വേറൊരു നെയിമിങ് കൊടുക്കുകയാണ്, റീനെയിം ചെയ്ത് കൊടുക്കുകയാണ്, അതായത് ജാങ്കോടെ പേജാക്കി മാറ്റുകയാണ്. RSLT ഡോട്ട് HTML എന്ന് പറയുന്ന HTML ഫയലിനെ .html RSLT ഒക്കെ കളഞ്ഞ് ജാങ്കോടെ URL ഇട്ട് വിളിക്കുകയാണ്. ഇപ്പൊ നോക്കി, ഞാനിവിടെ ആഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കിയേ 127.0.0.1 റിസൾട്ട് എന്ന് വന്നത് കണ്ട. അപ്പോൾ എപ്പോഴും ഈ ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫോമിനകത്ത് ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, നമ്മുടെ ഏത് പേജിലേക്കാണ് ഇനി പോകണ്ടേ, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പേജിലോട്ടേക്ക് പോകണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കണ്ടേ. ഇത് ക്ലിയർ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഹലോ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് എനിക്ക് എന്തുട്ടാ വേണ്ടേ, ഇവിടെയുള്ള ഞാൻ കൊടുക്കുന്ന രണ്ട് നമ്പേഴ്സിനെയും ആഡ് ചെയ്തിട്ട് ആ ഔട്ട്പുട്ട് എനിക്ക് ഇവിടെ കിട്ടണം. അതല്ലേ ഇനി അടുത്തതായിട്ട് നമ്മുടെ ടാസ്ക്. അതിനെന്താ ചെയ്യാന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ആഡ് ഡോട്ട് HTML ഉള്ള രണ്ട് വാല്യൂസും എനിക്ക് ഇവിടെ റിസൾട്ടിൽ കിട്ടണം. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്കിത് എന്തിനാണ് കിട്ടേണ്ടത്, റിസൾട്ട് ഡോട്ട് HTML അല്ലേ കിട്ടുന്നത്. റിസൾട്ട് ഡോട്ട് HTML കിട്ടണോ വെച്ചെങ്കിൽ ഞാനത് ടൈപ്പ് ചെയ്യേണ്ടത് ഈ RES എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ്. അതായത് റിസൾട്ട് ഡോട്ട് HTML ഞാൻ ഏത് ഫംഗ്ഷൻ അകത്താണോ കോൾ ചെയ്തിട്ടുള്ളത് ആ ഫംഗ്ഷൻ അകത്താണ് ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിവിടെ എന്താ വേണ്ടേ, ഫസ്റ്റ് വൺ, ഈ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിനകത്ത് എന്താണോ കൊടുക്കുന്നത് ആ ടെക്സ്റ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്ന വാല്യൂ ഇവിടെ സേവ് ആവണം അല്ലേ. സേവ് ആവാനായിട്ട് നമുക്കൊരു കീവേഡ് ഉണ്ട്, എന്താന്ന് വെച്ചാല് എനിക്ക് ഇഷ്ടമുള്ള വേരിയബിൾ യൂസ് ചെയ്യാം. റീന ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ,
അപ്പൊ എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള വേരിയബിൾ യൂസ് ചെയ്യാം. ഞാനിപ്പോ സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്യണം. എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എനിക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്ത വാല്യൂസ് കിട്ടണമെങ്കിൽ എന്ത് മാത്രം ചെയ്താൽ മതി? ഈ ടെക്സ്റ്റ് ബോക്സിന് നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കണ്ടാം. ഞാൻ നെയിം ഈക്വൽ ടു n1 എന്ന് കൊടുത്തത് കണ്ടാം. അതായത് ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റ് ബോക്സിന്റെ പേര് n1 എന്നാ. അപ്പൊ ഇതാ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് എക്സ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഓഫ് n1 എന്ന് പറയണം. അതായത് എനിക്ക് ഇവിടെ എന്താ വേണ്ടേ? n1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിൽ ഞാൻ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതെല്ലാം എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സേവ് ആവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഞാൻ വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാനിതിവിടെ എ ഈക്വൽ ടു ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്യണേ. എ ഈക്വൽ ടു ആപ്പിൾ എന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ തമാശക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു തമാശ ശ്രദ്ധിച്ചോ. ഞാൻ ഇതിനപ്പുറത്ത് ഡിക്ഷണറി എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. പൈത്തണിൽ ഞാൻ പല പ്രാവശ്യം, അതായത് എന്റെ ക്ലാസ് കേട്ടവർക്ക് ഞാൻ പല പ്രാവശ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സാധനമാണ് ഡിക്ഷണറി. അപ്പൊ ഡിക്ഷണറിയിൽ നമ്മൾ വാല്യൂസ് എങ്ങനെയാ പാസ് ചെയ്യാറ്? ഒരു ഇൻഡെക്സ് ഉണ്ടാവും. ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേണ്ട, എന്താ പറയാ, എ ബി എന്ന് പറയുന്ന ഇൻഡെക്സ് ആയിട്ട് എ എന്ന് പറയുന്ന വേരിയബിളിനെ കോൾ ചെയ്യണം. ഈക്വൽ ടു ആപ്പിൾ ആയിക്കോട്ടെ, എ എന്ന് പറയുന്നതിന്റെ ഇൻഡെക്സ് ആയിട്ട്. ഓക്കെ, എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എ ബിയുടെ വേരിയബിളിനെ സേവ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡിക്ഷണറിനെ ഞാൻ കോൾ ചെയ്യാണ് കേട്ടോ. എനിക്ക് എന്ത് വേണം? ഈ ആപ്പിൾ എന്ന് പറയുന്നത് എൻ്റെ ഈ ആഡ് ഡോട്ട് HTML-നകത്ത് എവിടെയെങ്കിലുമൊക്കെ എനിക്ക് പ്രിന്റ് ആയിട്ട് വരണം. അവിടെയാണ് നമുക്ക് ജാങ്കോയുടെ ഡെവലപ്പേഴ്സ് അടുത്തൊരു ഫെസിലിറ്റി കൊടുന്നു വന്നിരിക്കുന്നത്. ജിൻജ ടാഗ് എന്ന് പറയും. ജിൻജ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടാഗുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ജിൻജ ടാഗ് ഉണ്ട്. ഫോർ ലൂപ്പിന് മറ്റൊക്കെ ഇഷ്ടംപോലെ ജിൻജ ടാഗ് ഉണ്ട്. നമ്മളെ ഈ ഒരു സംഭവം, അതായത് നമ്മളെ വ്യൂസിൽ നിന്നും HTML-ലേക്ക് ഡയറക്റ്റ് വാല്യൂസ് പാസ് ചെയ്യുന്ന ടൈമിൽ ഒരു സ്പെഷ്യൽ ജിൻജ ടാഗ് ഉണ്ട്. ഇതാണ് ആ ജിൻജ ടാഗ്. 2 കേളി ബ്രേസ് ഓപ്പണും 2 കേളി ബ്രേസ് ക്ലോസും ചെയ്യാം. എന്നിട്ട് ഇവിടെ ഏത് വേരിയബിൾ ആണോ കൊടുത്തിട്ടുള്ളത് ആ വേരിയബിൾ ഒന്നും ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും വിളിക്കാന്ന് വിചാരിക്കരുത്. എങ്ങനെയെന്ന് കാണിച്ചു തരാവേ. ഞാനിപ്പോ സപ്പോസ് ഇവിടെ അഡീഷൻ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് കോളനൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ ജിൻജ ടാഗിൽ എന്തിനെ വിളിക്കുകയാണ്? എ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഈ പ്രോഗ്രാമിനെ ഞാൻ സേവ് ചെയ്തു. ഞാനിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം ഇതാ ഞാൻ ഇവിടെ ഒന്ന് റീറൺ ചെയ്യാൻ നോക്കിയേ. ആപ്പിൾ ഇവിടെ വന്നില്ലേ? ഞാനിവിടെ എന്താ ചെയ്തേ? ആപ്പിൾ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഇവിടെ പാസ് ചെയ്തു ജിൻജ ടാഗ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് അതിനിവിടെ ചുമ്മാ കോൾ ചെയ്തു. ഇനി ഇങ്ങനെയും വേണ്ട. എ എന്ന് പറയുന്നത് ആപ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു എന്ന് വിചാരിക്കട്ട. സേവ് ചെയ്തു. ഇത് റീലോഡ് ആയിട്ടുണ്ട്. ഞാനിത് അവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ നോക്കിയേ. അപ്പോഴും വന്നു. ഇനി ആപ്പിളിനെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ബനാന വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. ഇത് ആപ്പിൾ തന്നെ ഇനി മിസ് വല്ല ട്രിക്കും കാണിച്ചാണോ എന്ന് വിചാരിക്കണ്ട. ഇവിടെ ഞാനൊന്ന് റീഫ്രഷ് ചെയ്തു നോക്കി, എനിക്ക് ബനാന വന്നു. അപ്പൊ ഇവിടെ ഞാൻ എന്ത് വാല്യൂസ് ഇതുപോലെ ഡിക്ഷണറി ആക്കിയിട്ട് പാസ് ചെയ്താലും ഈ ജിൻജ ടാഗ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കത് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ജിൻജ ടാഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ 2 നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അതാണ് നമ്മുടെ സാധനം. അപ്പോ നെക്സ്റ്റ് ആയിട്ട് n1നെ ഗെറ്റ് ചെയ്തു. രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ്, അതായത് ഈ ടെക്സ്റ്റ് ബോക്സിന് ഞാനിവിടെ എന്താ പേര് കൊടുത്തിട്ടുള്ളത്? n2. അപ്പൊ ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? y ഈക്വൽ ടു എനിക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിളിലേക്ക് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഓഫ് n2 എന്ന് പറഞ്ഞിട്ട് n2 എന്ന് പറയുന്ന വേരിയബിളിനെ കോൾ ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാന് z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയണം. സെഡിലേക്ക് എനിക്ക് ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂ ആഡ് ചെയ്യണം. അതിനെ ഞാൻ ഇവിടെ ജിൻജ ടാഗ് വെച്ചിട്ട് കോൾ ചെയ്യാണ്. റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? z ആണെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാണ്. എന്നിട്ട് ഈ റിസൾട്ട് ഡോട്ട് HTML-ലേക്ക് റിസൾട്ട് എന്ന് പറയുന്നതിന്റെ സ്ഥലത്തേക്ക് ഞാൻ RES എന്ന് പറയുന്ന വേരിയബിളിനെ ജിൻജ ടാഗ് യൂസ് ചെയ്തിട്ട് കോൾ ചെയ്യാണ്. ഇനി ഞാൻ ഈ പ്രോഗ്രാം മൊത്തത്തിലൊന്ന് റീറൺ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ ഞാനൊന്ന് റീഫ്രഷ് അടിക്കുന്നുണ്ട്. ഞാനിതവിടെ 6ഉം 3ഉം.
അപ്പൊ ഇപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 6+3 എത്രയാണ് വാല്യൂ വരേണ്ടത്? ഇവിടെ എനിക്ക് എത്ര ഔട്ട്പുട്ട് വരേണ്ടത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. റെയ്ന, അഞ്ജന, പിന്നെ മോനിഷ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഞാനിവിടെ 6+3 ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ എത്രയാണ് ഔട്ട്പുട്ട് വരണ്ടേ? 9 വരണം. 9 അല്ലേ വരേണ്ടത്? ഓക്കെ, ഞാനിവിടെ ആഡ് അടിക്കണം. എനിക്കിവിടെ എന്താ വന്നേ? ഞാൻ കൊടുത്ത 6ഉം 3ഉം എനിക്കിവിടെ ഒരുമിച്ച് വന്നു. അപ്പൊ പണ്ട് ഞാൻ പൈത്തൺ പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പൈത്തണ് ഡയറക്റ്റ് ആയിട്ട് ഏത് വാല്യൂസ് എടുക്കുകയാണെങ്കിലും അത് സ്ട്രിങ് ആയിട്ടാണ് എടുക്കുള്ളൂ. അത് ഇൻറ്റിജർ ആയിട്ട് എടുക്കണമെങ്കിൽ എന്താ വേണ്ടേ? നമ്മൾ പൈത്തണിൽ ചെയ്ത സെയിം മെത്തേഡാണ് ഇവിടെ ഒന്ന് ഇൻഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ബ്രാക്കറ്റിലാക്കി കൊടുക്കണം. അത്രമാത്രം തന്നെ ഇവിടെയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ അവിടെ നമ്മൾ ഇൻഡ് ഇൻപുട്ട് എന്നൊക്കെ കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഇൻപുട്ടിന് പകരം നമ്മൾ ഇവിടെയുള്ള വാല്യൂസിനെ ഗെറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് മുന്നേ ഒന്നൊരു ഇൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ വേണം ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ വിശ്വാസമുള്ളൂ, ഒരൊറ്റ ഡിഫറൻസ് ഉള്ളൂ. ഞാനിത് അതിനെ സേവ് ചെയ്തു, ഒന്ന് റീറൺ ചെയ്യാനായിട്ട് പോവാണ്. ഞാനിത് 6ഉം 3ഉം ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം. എനിക്കിപ്പോ ഇവിടെ സക്സസ്ഫുള്ളി 9 എന്നുള്ള ഔട്ട്പുട്ട് വന്നില്ലേ? ഈ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയോ? സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് ലിസ്റ്റ് ടാഗ് ഇല്ലേ? ആ ടാഗിനകത്താണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? ഇവിടെ നോക്കിയേ, ഞാൻ ആ ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്തു നോക്കി മേലെ വന്നിരിക്കുന്നത് കണ്ട? അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് അതും ഇതുപോലെ വരില്ലേ? എനിക്കിവിടെ എന്ത് സെക്യൂരിറ്റി ആണല്ലേ? അപ്പോഴാണ് എനിക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ അടുത്ത് ഗെറ്റിന്റെയും പോസ്റ്റിന്റെയും കൂടെയുള്ള ഒരു കാര്യം പറയാനുള്ളത്. എന്താണ് ഗെറ്റ്, എന്താണ് പോസ്റ്റ്? ഇപ്പൊ അത് ഡീഫോൾട്ടില് ഞാനിവിടെ ഗെറ്റ് എന്ന പോസ്റ്റ് ഒന്നും ഫോമിൽ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മളത് എന്തായിട്ടാണ് എടുക്കുക? ഗെറ്റ് മെത്തേഡ് ആയിട്ടാണ് എടുക്കുക. നമുക്കിവിടെ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ഗെറ്റും ഉണ്ട്, പോസ്റ്റും ഉണ്ട്. ഗെറ്റ് vs പോസ്റ്റ്. അപ്പൊ ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? പോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സെക്യൂരിറ്റി ആയിരിക്കും. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വേറെ ആർക്കും കാണാനൊന്നും പറ്റില്ല. പിന്നെ ബാങ്കിങ് ഫെസിലിറ്റീസിലൊക്കെ മെയിൻലി പോസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പബ്ലിക് ആയിരിക്കും. പ്രത്യേകിച്ച് പ്രൈവസിയും കാര്യങ്ങളും ഒന്നുമില്ല, ഫുള്ള് പബ്ലിക് ആയിട്ടായിരിക്കും. അപ്പൊ അതാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ ഇപ്പൊ ഡീഫോൾട്ട്ലി ഗെറ്റും പോസ്റ്റും ഇനി ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അത് ഞാൻ തിയറി സെഷന് വേണ്ടിയിട്ട് ഒരു ഡേ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും പിന്നെ അതുപോലെ നമ്മൾ MVT അതൊക്കെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ എന്തായാലും ഗെറ്റും പോസ്റ്റും ഇത്ര മനസ്സിലാക്കുക. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗെറ്റും പോസ്റ്റും ഒക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ എന്തായാലും ഗെറ്റ് ആയിട്ടാണ് ഇവിടെ ഓൾറെഡി എടുക്കുന്നത്. എനിക്കിവിടെ എന്ത് വേണം? എന്റെ മെത്തേഡ് ഗെറ്റ് മാറ്റിയിട്ട് പോസ്റ്റ് ആവണം. ഡീഫോൾട്ടിലി ഗെറ്റ് ആവും. പോസ്റ്റ് ആക്കണമെങ്കിൽ മാത്രം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തിട്ട് ഒന്ന് റീറൺ ചെയ്യാനായിട്ട് പോവാണ്. എന്ത് സംഭവിക്കണമെന്ന് നോക്കി നോക്കാം. ഒരു എറർ വരുവേ. ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് കൊടുത്തു, ആഡ് അടിച്ചു. നോക്കിയേ, CSRF ടോക്കൺ മിസ്സിംഗ് കണ്ട? ഞാൻ പറഞ്ഞല്ലോ CSRF ടോക്കൺ എന്നുള്ളത് ഈ ജാങ്കോ പഠിക്കുമ്പോൾ മാത്രമല്ല ഒരു വെബ് പ്രോഗ്രാമർ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. CSRF ടോക്കണും തിയറി അത്യാവശ്യം പറയാനുണ്ട്. ഗെറ്റ്, പോസ്റ്റ്, CSRF ടോക്കൺ, MVT കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, സ്റ്റാറ്റിക് ഫയൽ എന്താ, ഇതൊക്കെ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ സിംപ്ലി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. CSRF ടോക്കൺ എന്ന് പറയുന്നത് ഒരു മതില് പോലെ വർക്ക് ചെയ്യാനാണ്. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് CSRF ടോക്കൺ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ജാങ്കോയില് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ എവിടെ ഫോമിന്റെ മെത്തേഡ് പോസ്റ്റ് യൂസ് ചെയ്താലും അതിന്റെ തൊട്ടടിയിൽ തന്നെ CSRF ടോക്കൺ യൂസ് ചെയ്തിരിക്കൽ നിർബന്ധമാണ്. എങ്ങനെയാണ് CSRF ടോക്കൺ യൂസ് ചെയ്യുക? CSRF ടോക്കൺ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ടാമതൊരു ജിഞ്ച ടാഗ് ഉണ്ട്. അതായത് ഫോർ ലൂപ്പിന് CSRF ടോക്കൺ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ജിഞ്ച ടാഗ് ആണ് ഇത്. ജിഞ്ച ടാഗ്, പലതരം ജിഞ്ച ടാഗ് ഉണ്ട് കേട്ടോ. ജിഞ്ച ടാഗിന് ഒരൊറ്റ മീനിങ് ഉള്ളൂ. പൈത്തൺ ലാംഗ്വേജിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജിനെ പൈത്തണിൻ്റെതല്ലാത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ ജാങ്കോയുടെ ലാംഗ്വേജ് ആക്കി മാറ്റാനാണ് ജിഞ്ച ടാഗ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ജിഞ്ച ടാഗ് ആണ്, ഇതൊരു ജിഞ്ച ടാഗ് ആണ്. ഇനിയും ഉണ്ട് കേട്ടോ ജിഞ്ച ടാഗ്സ്, നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഇപ്പൊ ഈ ജിഞ്ച ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ CSRF ടോക്കൺ വിളിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് CSRF ടോക്കൺ വിളിക്കുക? ജിഞ്ച ടാഗ് അപ്പുറത്തും ഇപ്പുറത്തോട്ട്. ഇനി CSRF_ടോക്കൺ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒരു പ്രശ്നമല്ല.
ഞാനിതാ പ്രോഗ്രാം ഒന്ന് റീറൺ ചെയ്യാനായിട്ട് പോവാണ്. എഗെയിൻ ഒരു എററും കൂടെ വരാനുണ്ട്. നോക്കാം നമുക്ക് എന്താ. 6 കൊടുത്തു, 7 കൊടുത്തു, ആഡ് അടിച്ചു. നോക്കിയേ, മൾട്ടി വാല്യൂ ഡിക്ഷണറി എറർ. ഇവിടെ ഞാൻ എന്തെന്നാ കൊടുത്തിട്ടുള്ളത്? ഗെറ്റ് മെത്തേഡ് അല്ലേ ഇപ്പൊ എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ മെത്തേഡ് പോസ്റ്റ് ആക്കി കൊടുത്തില്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇവിടെ ഒന്ന് അറിയിച്ചു കൊടുക്കണം, നമ്മൾ ആ മെത്തേഡ് പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ, ഗെറ്റ് ഒക്കെ പൊക്കോളൂ എന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതാ ഞാൻ ഇവിടെ പോസ്റ്റ് മെത്തേഡ് ആക്കുന്നു. ഇവിടെ പ്രോഗ്രാം ഒന്ന് റീറൺ ചെയ്യുന്നു. ഇനി ഞാനൊന്ന് റൺ ചെയ്യാനായിട്ട് പോവാണ്. 2ഉം 3ഉം ആഡ് കൊടുത്തു. നോക്കിയേ, എനിക്ക് റിസൾട്ട് 5 വന്നു. ഇവിടെ ഒന്നും ഒരു ചപ്പും ചവറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഡീസെന്റ് ആയിട്ടല്ലേ ഇപ്പൊ വന്നേ. ഇപ്പൊ ഈ ബാറ് റിസൾട്ട് വന്നത് കണ്ട. എന്റെ urls.py ഞാൻ എടുത്തു തരാം. ഈ URLസിൽ റിസൾട്ട് എന്നല്ലേ എടുക്കുന്നത്, അത് തന്നെയല്ലേ ഇവിടെ കൊടുക്കുന്നത്. ഹോം പേജിൽ നോക്കിയേ, ബ്ലാങ്ക് ആയിട്ടാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഹോം പേജ് ബ്ലാങ്ക് ആയിട്ടാണ് വരിക. ഇവിടെ ഞാൻ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അപ്പുറത്തെ പേജിലേക്ക് പോകുമ്പോൾ റിസൾട്ട് എന്ന് വരുന്നുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, ഞാനിവിടെ ചുമ്മാ ബാർ റിസൾട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാലും എനിക്ക് അയ്യോ സോറി ഇങ്ങനെ പോകത്തില്ല, സോറി, നമ്മൾ 2 നമ്പേഴ്സും empty ഫില്ലാക്കി തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ അപ്പുറത്തെ പേജിലേക്കുള്ള ഡൊമൈൻ ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ ക്ലിയർ ആണോ?